കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ പറഞ്ഞ കോൺഗ്രസിലെ വിസ്മയം അവസാനിക്കുന്നില്ല. അത് തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്തകളിൽ നിന്നും CPM-ന്റെ കൊടികുത്തിവാണ് നേതാവ്, അല്ലെങ്കിൽ നമ്മുടെ പിണറായി വിജയന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അത്രയും അടുത്ത ഒരു നേതാവ് എന്ന് പറയേണ്ടി വരും, P.K. ശശിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നമ്മുടെ V.S. അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫായിരുന്ന സുരേഷിനെ മലമ്പുഴയിൽ ഇതുപോലെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞിരുന്നു സുരേഷ് ഇങ്ങനെ കോൺഗ്രസിലേക്ക് പോകാൻ താല്പര്യപ്പെടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകില്ല എന്നുള്ളത്. പക്ഷെ അദ്ദേഹം ഇതുവരെ കോൺഗ്രസിലേക്ക് വരില്ല എന്ന് തീർത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ BJP-യിൽ നിന്നും പ്രമീള ശശിധരനെയും കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ സജീവമായി തന്നെ ചർച്ചയ്ക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന നേതാക്കന്മാരെ, അതായത് CPM-ൽ നിന്ന് മാത്രമല്ല BJP-യിൽ നിന്ന് പോലും അത്രത്തോളം ജനങ്ങളുടെ പിന്തുണയുള്ള പല നേതാക്കന്മാരെയും കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ V.D. സതീശന്റെ ഓരോ വ്യക്തമായ നീക്കങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ഹർഷ, അതിനകത്ത് സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അത് നമ്മൾ കേൾക്കുമ്പോൾ ഒരു കൗതുകം ഉണ്ടാകുന്നുണ്ട്. കാര്യം മുൻപ് നമ്മൾ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ CPM എന്ന് പറയുന്ന പാർട്ടിയാണ് ഇത്തരത്തിൽ ഈ നമ്മൾ ഈ പറയുന്ന ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്നവർ, അല്ലെങ്കിൽ ചാഞ്ചാടുക അല്ലെങ്കിൽ അസംതൃപ്തരായി നിൽക്കുന്നവരെ റാഞ്ചിക്കൊണ്ടുവരുന്ന സ്വഭാവം CPM-നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ അത് കണ്ടതുമായിരുന്നു. പല കോർപ്പറേഷനുകളിലും ഇത്തരത്തിൽ വിമതരെ, അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിൽ നിന്നും പിണങ്ങി പോകുന്നവരെയാണ് സ്ഥാനാർത്ഥികളാക്കി നിർത്താൻ CPM മുന്നിൽ നിന്നിരുന്നത്. അതും വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു പദ്ധതിയോടെ പാളിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇന്നത്തെ CPM-ന്റെ സാഹചര്യത്തിൽ CPM-നോട് ചേർന്ന് നിൽക്കാൻ സാധിക്കാത്ത ഒരു കൂട്ടം നല്ല കമ്മ്യൂണിസ്റ്റുകാർ CPM-ൽ നിന്നും വിട്ട് പോരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരിൽ കുറെ ആളുകളൊന്നും തന്നെ ഈ മറ്റു പാർട്ടികളിലേക്ക് പോകാതെ സ്വന്തമായി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് പോകാനുള്ള നീക്കങ്ങളിലേക്കാണെങ്കിലും ഭൂരിഭാഗം ആളുകളും ഇത്തരത്തിൽ കോൺഗ്രസിലേക്ക് കൃത്യമായ അവർക്ക് ആവശ്യമുള്ള ഒരു സീറ്റ്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ പരിഗണന നൽകുമ്പോൾ സ്വാഭാവികമായി പരിഗണന ലഭിക്കുന്നിടത്തേക്ക് പോകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കാണുന്ന ഒരു സാഹചര്യം വെച്ച് CPM-ലെ പല നേതാക്കന്മാരും പല പ്രവർത്തകരും പല അണികളും കോൺഗ്രസിലേക്ക് പോകാനുള്ള സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതില് പാലക്കാട് ജില്ലയിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കൊഴിഞ്ഞാമ്പാറ അല്ലെങ്കിൽ വടക്കാഞ്ചേരി തുടങ്ങിയ ഇടങ്ങളിലൊക്കെ തന്നെ പാർട്ടിക്ക് വിമത ശബ്ദവും ഉണ്ടായിട്ടുണ്ട്. വിമത ശബ്ദം എന്ന് പറയുമ്പോൾ വെറുതെ ഒരു വിമത ശബ്ദമല്ല. ഇപ്പോൾ ഹർഷ പറഞ്ഞ പോലെ ആശയങ്ങൾ, CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ആശയങ്ങളുണ്ട്. ആശയങ്ങളെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്, ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങൾ. നമ്മൾ എന്തുകൊണ്ട് BJP-യെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ RSS-നെ ഇഷ്ടപ്പെടുന്നില്ല? ആശയങ്ങളുമായി നമുക്ക് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്, വർഗീയതയെ നമുക്ക് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാർട്ടി ആശയങ്ങളെ മുറുകെ പിടിക്കുന്ന കുറേയധികം പേര് ഈ കൊഴിഞ്ഞാമ്പാറയിലും വടക്കാഞ്ചേരിയിലും ഒക്കെ ഉണ്ട്. അതെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു, ഹർഷ തന്നെ പറഞ്ഞു, ഇപ്പോൾ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ CPM അങ്ങനെ കൊണ്ടുവന്നാണ്. ഹർഷയ്ക്ക് അറിയാം, ഹർഷ വായിച്ചിട്ടുണ്ടാകും. അതായത് CPM എന്ന് പറയുന്ന പാർട്ടി, ലോനപ്പൻ നമ്പാടൻ എന്ന് പറയുന്ന ഒരു കേരള കോൺഗ്രസ്സുകാരനായ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് നിയമസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് വോട്ടിന് മുമ്പ് കേരള കോൺഗ്രസിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന പാർട്ടിയാണ് ലോനപ്പൻ നമ്പാടൻ. അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ നിന്ന് ജയിച്ചിട്ടുള്ള ആളാണ്. നമ്പാടനെ അവസാനം വരെ പാർട്ടി സംരക്ഷിച്ചു CPM. അതുപോലെ മറ്റൊരു നേതാവാണ് TK ഹംസ. ഹംസ ഇന്നും മലപ്പുറത്ത് CPM-ൻ്റെ വളരെ വലിയൊരു നേതാവാണ്. അങ്ങനെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ കോൺഗ്രസ് എടുത്ത് മുതലാക്കാൻ പോകുന്നത്. അതെ, ഇത് നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. CPM ഇതിനു മുൻപ് പല തെരഞ്ഞെടുപ്പുകളിലും പയറ്റിപ്പോകുന്ന പല തന്ത്രങ്ങളും കോൺഗ്രസ് കടം എടുത്തുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കില്ല. ആ ആശയം നല്ലതാണ്. അതെ, തീർച്ചയായിട്ടും ആശയം നല്ലതാണ്. പക്ഷേ സന്ദീപ് വാര്യരും പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പാലക്കാട് നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇത്തരത്തിൽ പാലക്കാട് പോലെ ഒരു ജില്ലയൊക്കെ പിടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അവിടേക്കൊക്കെ അവരുടെ ഒരു വേരുറപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി V.S. അച്യുതാനന്ദന്റെ കയ്യിൽ നിന്നും CPM പാർട്ടിയെ തന്നെ കൃത്യമായി കയ്യിലേക്ക് കൊടുക്കാൻ മുന്നിൽ നിന്ന് നയിച്ചൊരു നേതാവായിരുന്നു P.K. ശശി. അതെ, തീർച്ചയായിട്ടും. കമ്മ്യൂണിസം എന്ന് പറയുന്നിടത്ത് നിന്നും പിണറായിസം വരെ എത്തിക്കാൻ മുന്നിൽ നിന്ന് നയിച്ച P.K. ശശിയെ തന്നെ ഇത്തരത്തിൽ CPM-ൽ നിന്നും ചൂഴ്ന്നു കൊണ്ടുപോരാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പോന്നേക്കാം. നമുക്ക് പൂർണ്ണമായും വരില്ലാൻ തള്ളിക്കളയാൻ സാധിക്കില്ല. പണ്ട് CPM-ന് വേണ്ടി ജീവിച്ചിരുന്ന പലരും ഇന്ന് കോൺഗ്രസിലുണ്ട്, അതുപോലെ കോൺഗ്രസിന് വേണ്ടി ജീവിച്ചിരുന്ന പലരും ഇന്ന് CPM-ലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ല, ആശയങ്ങൾ തമ്മിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ അവർക്ക് കിട്ടുന്ന പരിഗണന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് CPM, അതെ, രാഷ്ട്രീയ പരിഗണന. CPM-ൽ നിൽക്കുമ്പോൾ അവർ അർഹിക്കുന്ന രീതിയിലുള്ള പരിഗണന അവർക്ക് രാഷ്ട്രീയപരമായി ലഭിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് പലരും പാർട്ടി വിടുന്നത്. നമ്മൾ കണ്ടിരുന്നു 30, 35, 40, 50 വർഷത്തോളമായി പാർട്ടി അത്രത്തോളം ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിച്ചു പോകുന്ന
ഒരു കൂട്ടം ആളുകളൊക്കെ തന്നെയും പിന്നീട് തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന പരിഗണന അല്ലെങ്കിൽ ഒരാളുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് സെൽവരാജ് പാർട്ടി വിട്ടുപോയ കഥ നിങ്ങൾക്കറിയാം. സെൽവരാജ് പാറശാലയിൽ CPM എന്ന് പറയുന്ന പാർട്ടിയെ ഇത്ര കണ്ട് ഏറ്റവും അതായത് അവിടെ ഈ പറയുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ പിന്നെ നമ്മുടെ ഈ പിന്നെ നാടാർ കമ്മ്യൂണിറ്റി, ഹിന്ദു നാടാർ, ക്രിസ്ത്യൻ നാടാർ കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലമാണ് പാറശാല. അവിടെ പാർട്ടിയെ ഏറ്റവും കൂടുതൽ ജയിപ്പിച്ചു കൊണ്ടുവന്ന ആളാണ് സെൽവരാജ്. ആ സെൽവരാജിനെ PC ജോർജാണ് കോൺഗ്രസിൽ നിന്ന് CPM നിന്ന് അടർത്തി കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് പാറശാല നിർത്തി ജയിപ്പിച്ചൊരു ചരിത്രമുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു രാഷ്ട്രീയ വിസ്മയം തന്നെയാണ്. രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് അതൊരു കൗതുകം തന്നെയാണ്. ശശിയിലേക്ക് തന്നെ വന്നോളൂ, ശശിയുടെ കാര്യങ്ങൾ പറഞ്ഞോളൂ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത്രത്തോളം നമ്മുടെ പിണറായി വിജയന്റെ വലം കൈയായിരുന്ന PK ശശി കോൺഗ്രസിലേക്ക് പോയാൽ അത് CPM-ന്റെ തന്നെ അടിത്തറ ഇളകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പേരാണ് പ്രമീള ശശിധരന്റേതും, BJP നേതാവ്. ഈ പറയുന്ന പേര് നമുക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതമായത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് വേദി പങ്കിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് BJP-യിൽ നിന്നും തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രമീള ശശിധരനെ. അതിനുശേഷമാണ് ഇവരെ ഇതിനു മുൻപ് പല പ്രാവശ്യങ്ങളിലായി ഇത്തരത്തിൽ പ്രമീള ശശിധരനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ രാഹുലുമായി വേദി പങ്കിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP പ്രമീളയെ തള്ളുന്നു എന്ന് പറഞ്ഞത് ആശയപരമായിട്ട് ഈ പറയുന്ന പോലെ കാലാകാലം ഇപ്പോൾ BJP-യുടെ പാലക്കാട് എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറാണ് എല്ലാം. അതെ, അങ്ങനെയാണ് സന്ദീപ് വാര്യർ അവിടെ നിന്ന് വിടാൻ കാര്യം. അപ്പോൾ ഒരു ചെറിയൊരു ബൂത്തിന്റെ അല്ലെങ്കിൽ പാൽ ബൂത്തിന്റെ ഒരു എന്ന് വെക്കുക, ഒരു ഡയറി ഫോമിന്റെ എന്ന് വെക്കുക, അതിന്റെ തിരഞ്ഞെടുപ്പാണെങ്കിൽ പോലും കൃഷ്ണകുമാർ മത്സരിക്കും. അപ്പോൾ പറഞ്ഞോളൂ, പ്രമീള ശശിധരന്റെ കാര്യത്തിൽ അവരെ വിളിച്ചിട്ട് അവരെ വേദി പങ്കിട്ടു എന്ന് പറഞ്ഞാണ്. ഒരു MLA എന്ന് പറയുമ്പോഴത്തേക്ക് MLA വിളിക്കാതിരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. സ്വാഭാവികമായിട്ട് ഈ പറയുന്നത് പോലെ പൂർണ്ണമായും എല്ലാ MLA പരിപാടികളും ബഹിഷ്കരിക്കുക എന്നുള്ളത് അധികാര സ്ഥാനത്തിരിക്കുന്ന എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അത് പാർട്ടി ഭേദമന്യേ ഒരു അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജില്ലയിലെ എല്ലാവരെയും ഒരുപോലെ കാണുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് പ്രമീള ശശിധരനും ചെയ്തിട്ടുള്ളത്. വേറൊരു BJP നേതാവ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു വന്നപ്പോൾ ആ വേദിയിൽ നിന്നും ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അതിനെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന പ്രമീള ശശിധരനെ. അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പ്രമീള ശശിധരന് സ്വാഭാവികമായും കോൺഗ്രസിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. പക്ഷെ അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ആണ് എന്നുള്ളത് സംശയമാണ്. ഇവരോടൊക്കെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ CPM-ലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ BJP സ്വാഭാവികമായും ഒരു രണ്ടു വെള്ളത്തിൽ കാല് വെക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് ഇന്നിപ്പോൾ കേരളത്തിൽ സുനിശ്ചിതമല്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷെ CPM-ലേക്ക് വരുമ്പോൾ CPM-ൽ ഈ പറയുന്ന ഉന്നത നേതാക്കന്മാരുടെ ഒരു കാലുമാറൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് PK ശശിയെ പോലെയുള്ളവരുടെയൊക്കെ കോൺഗ്രസ് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടെങ്കിൽ പോലും അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചാഞ്ചാട്ടത്തിന് സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഹർഷ, അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ PK ശശി ഒരു സീനിയർ നേതാവാണ്. ആ പ്രസ്ഥാനത്തിൽ ഇത്രയും നാളെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയിരുന്ന പരിഗണന അല്ലെങ്കിൽ ഒന്ന് കണ്ടെന്തെങ്കിലും നടിക്കണം. തീർച്ചയായിട്ടും. ഇപ്പോൾ പാലക്കാട് നമ്മൾ ഇതിനു മുൻപ് കണ്ടിരുന്നു CPM-ന്റെ ഒരു യുവ നേതാവ് ആർഷോ, അദ്ദേഹം ഇത്തരത്തിൽ PK ശശിയെ വളരെയധികം മോശമായി പരാമർശിക്കുന്ന ഒരു സാഹചര്യം, ഒരു വളരെ വില കൊടുക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു മുതിർന്ന പാർട്ടി അങ്ങനെയൊക്കെ വിമർശിക്കാം. അതെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പിണക്കം, അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു പിണക്കമൊക്കെ സ്വാഭാവികമായിട്ടും PK ശശിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതൊക്കെ തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ് മുതലെടുക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, പിണറായിക്കൊപ്പം നിന്ന് പാർട്ടി പിടിച്ചു കൊടുത്ത ആളാണ്, അദ്ദേഹത്തിനെ KTDC ചെയർമാൻ ആക്കിയിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. പക്ഷെ അത് എത്രത്തോളം ഇനിയിപ്പോൾ ഈ പറയുന്ന സ്ഥാനമാനങ്ങളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ള സംശയമാണ്. ഇപ്പോൾ CPM അധികാരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ LDF മുന്നണി തന്നെ താഴേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് സ്വാഭാവികമായിട്ട് അധികാരമോഹം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എത്രയൊക്കെ പിണറായിയുടെ സ്വന്തം ആളാണെന്ന് പറഞ്ഞാലും അധികാരം ലഭിക്കുന്ന പാർട്ടിയിലേക്ക് അടുത്ത തവണ കോൺഗ്രസ് വരുമെന്നുള്ള വിശ്വാസത്തിലാണ് പല കമ്മ്യൂണിസ്റ്റുകാരും ബാക്കി പൊതുജനങ്ങളും എന്ന് പറയുന്നത്. ആ ഒരു മാറ്റം ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായും ഭരണപക്ഷത്തോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന നേതാക്കന്മാരെല്ലാം തന്നെയും ഇങ്ങനെ ഒരു മാറ്റം, പാർട്ടി മാറ്റത്തിലേക്ക് പോകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ വരുന്ന നമുക്ക് വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ കോൺഗ്രസിന്റെ വിസ്മയം ഇവിടെ അവസാനിക്കുന്നില്ല. PK ശശിയും പ്രമീള ശശിധരനും അല്ലെങ്കിൽ ഈ പറയുന്ന സുരേഷും മാത്രമല്ല, ഇനിയും ഒരുപാട് നേതാക്കന്മാർ കൊടികുത്തി വാണ പല പാർട്ടിയിലെയും പല നേതാക്കന്മാരും ഇനി കോൺഗ്രസിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്തിനുള്ളിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ കോൺഗ്രസ് പാർട്ടി സീറ്റ് കൊടുത്ത് സ്വീകരിക്കുമോ എന്നുള്ള സംശയമാണ്. പക്ഷെ പരിഗണിക്കും, തീർച്ചയായും പരിഗണിക്കും. അതെ, തീർച്ചയായിട്ടും പ്രസ്ഥാനത്തിലേക്ക് പരിഗണിക്കും. സീറ്റ് നൽകി സ്വീകരിക്കുമോ എന്നുള്ള വലിയ സംശയമാണ്. അതെ, തീർച്ചയായിട്ടും.